എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 5th അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതായത് ജനുവരി 6-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നാളെ വൈകുന്നേരം 3 മണിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നേരത്തെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിലും വിദ്യാർത്ഥികൾ ഇതേ രീതിയിൽ പുതുതായിട്ട് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് പുതുതായിട്ട് ഒരു കോളേജ് കിട്ടുന്ന സമയത്ത് ആദ്യം ലഭിച്ച ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, നേരത്തെ ഒരു കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകുകയും ഈ ഒരു അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടുകയും ചെയ്തു, എന്നാൽ ആ ഒരു കോളേജും താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടാതെ നേരത്തെ നൽകിയിട്ടുള്ള കോളേജിൽ നിന്നുള്ള NOC വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ഇനി വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നീട് നിങ്ങൾ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് മാറ്റം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് ആദ്യം കിട്ടിയ ആ ഒരു സീറ്റ് നഷ്ടപ്പെടും. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു രണ്ടാമതായിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു കോളേജ് മാത്രമായിരിക്കും ഉണ്ടാവുക. പിന്നീട് അവിടെയും ജോയിൻ ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു സീറ്റ് കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നീട് നിങ്ങൾ ആ ഒരു കോളേജിൽ നിന്നും NOC വാങ്ങിച്ച് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത്, ഇനി വരുന്ന അലോട്ട്മെൻറ്റുകളിലൊക്കെ സീറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് താല്പര്യമുള്ള കോഴ്സുകളാണെങ്കിൽ മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് ജനുവരി 6-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മറ്റ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുകൾ, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവയും, അതുപോലെ തന്നെ ബാലൻസ് ഫീസ്, അതായത് കോളേജിൽ നിന്നും ഇത്ര പൈസ നിങ്ങൾ അടക്കണം എന്ന് പറയും. അപ്പോൾ പല കോളേജും വിദ്യാർത്ഥികളോട് പറയുന്നത്, അതായത് ഏകദേശം നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് ഏതാണോ അതനുസരിച്ചിട്ടാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും പറയുന്നത് അതായത് പ്രോസ്പെക്ടസിൽ പറഞ്ഞതിലും കൂടുതൽ ആണ് ഫീസ് പറയുന്നത് എന്നാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയില്ല. കാരണം പല കോളേജും 27,500 കോളേജ് സാധാരണഗതിയിൽ ഏകദേശം 32,500 രൂപ അഡ്മിഷൻ സമയത്ത് വാങ്ങിക്കാറുണ്ട്. എന്നാൽ ചില വിദ്യാർത്ഥികൾ പറയുന്നത് അവർക്ക് ഡയാലിസിസ് ടെക്നോളജി കോഴ്സാണ് കിട്ടിയത്, അതിനും ഏകദേശം 27,500 രൂപയാണ് ഈ ഒരു ഗവൺമെൻറ് സീറ്റിൽ, അതായത് മെറിറ്റ് സീറ്റിൽ കിട്ടിക്കഴിഞ്ഞാലും ഫീസ് വരുന്നത്. എന്നാൽ ചില കോളേജ് ഏകദേശം 70,000 രൂപ വിദ്യാർത്ഥികളോട് അഡ്മിഷൻ സമയത്ത് അടക്കാനായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ ആ ഒരു സീറ്റ് ചിലപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് ഏതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ മാനേജ്മെൻറ്റ് സീറ്റ് കൂടി ഇതിലേക്ക്, അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് ചിലപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് ആവാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളോട് അത്രയും ഫീസ് പറയുന്നത്. കാരണം സാധാരണ നിങ്ങൾക്ക് 27,500 രൂപയാണ് നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ ഫീസ് കാണിക്കുന്നതെങ്കിൽ ഏകദേശം 32,500 രൂപയാണ് അഡ്മിഷൻ സമയത്ത് അടക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം പല വിദ്യാർത്ഥികളും ആ ഒരു രീതിയിലാണ് ഫീസ് അടക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സീറ്റ് ചിലപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളോട് അത്രയും ഫീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത്രയും ഫീസ് പറഞ്ഞ സമയത്ത് സാധാരണഗതിയിൽ നിങ്ങൾ അത് ഏതൊക്കെ ഇനങ്ങളിലായിട്ടാണ് ഫീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഇനി നാളെയാണ് ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്, അതായത് ഈ ഒരു 5th അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരത്തിനുള്ളിലായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടും. പിന്നീട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാം. ഇനി അടുത്തത് ജനുവരി 9 സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. അത് SC ST അതുപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ്. ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അതായത് അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും അവർക്ക് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളുണ്ടാവും. അപ്പോൾ അതിലുള്ള ഒഴിവുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റിൽ മറ്റ് കാറ്റഗറി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട, അതായത് ജനറൽ കാറ്റഗറി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അതിൽ SC ST അതുപോലെ തന്നെ PD കോട്ട, അതായത് ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് മാത്രമേ പങ്കെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളോടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.